നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് തുടക്കമിടാൻ കോൺഗ്രസ്. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ചൊവ്വാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരത്തെത്തുന്ന മധുസൂദൻ മിസ്ത്രി മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പുറത്തിറക്കാനും ആലോചന. പാർട്ടി നിരീക്ഷകരും 2 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക്, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ കോൺഗ്രസ് സജീവമായി കടക്കുകയാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് AICC വക്താക്കളടക്കം കേരളത്തിലേക്ക് എത്തുന്നതും ചർച്ചകൾ നടത്തുന്നതും. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയാനുള്ള യോഗമൊക്കെ കോൺഗ്രസ് കൂടിയിരുന്നു. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഇനി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ അടക്കം ചർച്ചകൾ ഈ ഘട്ടത്തിൽ വളരെ സജീവമായി തന്നെ ഉണ്ടാകുമെന്ന് അറിയുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പ് കൂടി കോൺഗ്രസ് നടത്തുന്നു. എപ്പോഴായിരിക്കും ചർച്ചകൾക്ക് തുടക്കമാവുക? ജിൽസി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും ലക്ഷ്യ മീറ്റിംഗോട് കൂടി തന്നെ സംസ്ഥാന കോൺഗ്രസ് സജീവമായി തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെയും കഴിഞ്ഞ ആഴ്ചയായിരുന്നു AICC എല്ലാം, അതായത് ഇനിയിപ്പോൾ ഈ വർഷം വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന 4 സംസ്ഥാനങ്ങളിലേക്കായിട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സമിതിയാണ്, 4-അംഗ സംഘത്തെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിക്കായി നിയമിച്ചിരിക്കുന്നത്. ഇവർ 13, 14 തീയതികളിൽ സംസ്ഥാനത്തേക്ക് എത്തും. വിവിധ നേതാക്കളുമായി, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കുന്നത് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും പരിഗണിക്കുക. അതിൽ 50% യുവാക്കൾക്കും സ്ത്രീകൾക്കും പരിഗണന നൽകുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരുപടി മുന്നേ പ്രവർത്തനങ്ങളൊക്കെയും ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ആദ്യപടി എന്നോണമാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി സംസ്ഥാനത്തേക്ക് എത്തി വിവിധ നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. ഈ മാസം 13, 14 തീയതികളിലാണ് അവർ എന്തായാലും തിരുവനന്തപുരത്തേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും മുതിർന്ന നേതാക്കളുമായി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലുള്ള ചർച്ച പുരോഗമിക്കുക. ആദ്യ പട്ടിക ഈ മാസം തന്നെ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് സംസ്ഥാന നേതൃത്വവുമായി സംസാരത്തിന് ശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ലക്ഷ്യ ക്യാമ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ രൂപരേഖ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ എണ്ണം എടുത്തുകൊണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം സുനിൽ കനകോൽ അടക്കമുള്ള ഒരു ടീം ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പരിഗണനയുള്ള സ്ഥാനാർത്ഥികളാണ് ആദ്യ പട്ടികയാണ് ആദ്യം പുറത്തിറക്കുക. അതിനുശേഷമായിരിക്കും മറ്റു നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വിജയ സാധ്യതയുള്ളവരെയാണ് പരിഗണിക്കുന്നത്. വിവിധ നിയോജക മണ്ഡലങ്ങൾ ABC, അതായത് നേരത്തെ പ്രതിപക്ഷ നേതാവ് തിരിച്ചതുപോലെ ഏറ്റവും വിജയ സാധ്യതയുള്ള മണ്ഡലം, അതിൽ കുറവ് വിജയ സാധ്യത ഉള്ള മണ്ഡലം, കൂടുതൽ പ്രവർത്തിക്കേണ്ട മണ്ഡലം, അങ്ങനെ 3 ഡിവിഷനുകളായി തിരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ ഈ കാര്യങ്ങൾ KPCCക്ക് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യും. ആ ചർച്ചകൾക്കൊടുവിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുക. എന്തായാലും ഈ മാസം 13, 14 അടുത്ത ആഴ്ചയോട് കൂടിയാണ് മധുസൂദൻ മിസ്ത്രി അടക്കമുള്ള 4-അംഗ സംഘം സംസ്ഥാനത്തേക്ക് എത്തുക. അവർ വിവിധ മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെയും ചർച്ച നടത്തും. ഈ ചർച്ചയ്ക്കൊടുവിലാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ പോകുന്നത്. ജിൽസി, സജു തുടരുക. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്.